സിനിമകൾ നമ്മളെ ചിരിപ്പിക്കും, കരയിപ്പിക്കും. പക്ഷെ ചില സിനിമകൾ നമ്മളെ നന്നായി ചിന്തിപ്പിക്കും അല്ലേ? അത്തരമൊരു സിനിമയായിരുന്നു ഫെമിനിച്ചി ഫാത്തിമ. സ്ത്രീയുടെ നിശബ്ദ പോരാട്ടങ്ങളെ അതിശയോക്തികളൊന്നുമില്ലാതെ ജീവിതത്തിൻ്റെ നേർചിത്രമായി അവതരിപ്പിച്ച ഈ ചിത്രം ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ ആദരിക്കപ്പെട്ടിരിക്കുകയാണ്. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ശ്രീ ഫാസിൽ മുഹമ്മദ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട് അതിഥിയായി. ഹലോ മലയാളത്തിൽ നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ ഫാസിൽ മുഹമ്മദ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. സുഖം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? ഇല്ല, എണീറ്റുള്ളൂ. ഓക്കെ, അപ്പം വളരെ സന്തോഷമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, വലിയ സന്തോഷത്തിലായിരിക്കും എന്നറിയാം. എങ്കിലും ഇപ്പോൾ നാഷണൽ അവാർഡിലേക്ക് ഫെമിനിച്ചി ഫാത്തിമ വന്നു, അതിനെ ആ ഒരു പ്രഖ്യാപനം നടന്നല്ലോ, ആ ഒരു ഫസ്റ്റ് മൊമെന്റ് എന്തായിരുന്നു? സ്റ്റാർട്ടിങ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് അന്നായിരുന്നു നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്യാൻ പോകുന്നുള്ളത്. ഇതിന് മുന്നൊരു ദിവസം അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് രാവിലെ തന്നെ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിൽ നേരത്തെ ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു ലൈവൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പെട്ടെന്നാണ്, ഇപ്പോൾ 5:30 അത് അനൗൺസ് ചെയ്തത്. അപ്പോൾ 5 മണിക്കാർ ഫ്രണ്ട് വിളിച്ചു, അവിടെ ഇന്നാണ് അനൗൺസ് ചെയ്യണമെന്നുള്ളത്. ഞാൻ അത് പഴയ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മളെ പേര് എവിടെയും പറയുന്നുമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഇരുന്ന് കണ്ടതാണ്. പക്ഷെ പെട്ടെന്നാണ് അത് അനൗൺസ് ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ആളുകളായി വിളിക്കൽ തുടങ്ങി, തിരക്കായി, അങ്ങനെയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിൻ്റെ. ഓക്കെ, ശ്രീ ഫാസിൽ, ഇപ്പം ഫെമിനിച്ചി ഫാത്തിമ ആ പേര് തന്നെ കൗതുകം ഉണർത്തുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു കഥയും കഥാപാത്രവും അത് എവിടുന്നാണ് ജനിച്ചത്? ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള ടൈറ്റിലാണ് ആദ്യം കിട്ടുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് റാൻഡായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ രണ്ട് ഫെമിനിച്ചി എന്നുള്ള വാക്ക് ഇങ്ങനെ ഞാൻ കാണുമ്പോൾ തന്നെ അത് ഒരു കളിയാക്കിയിട്ടാണ് അവരുടെ വിളിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ആ സമയത്തൊരു തോട്ടുണ്ടായി. അതായത് ഫെമിനിച്ചി എന്നുള്ള വാക്ക് കളിയാക്കലിൻ്റെ അപ്പുറത്ത് അതൊരു അംഗീകാരമായിട്ട് കാണേണ്ട ഒരു വാക്കാണ് എന്നുള്ളതിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് അതിൻ്റെ ടൈറ്റിൽ നമുക്ക് സെലക്ട് ചെയ്യാമെന്നുള്ള തീരുമാനം ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ നിന്ന് ടൈറ്റിൽ സെലക്ട് ചെയ്ത് പിന്നെ അങ്ങനെ ഒരു ചെറിയ സിനിമ ചെയ്യാനുള്ള കഥയ്ക്ക് വേണ്ടിയിട്ട് ഈ ടൈറ്റിൽ വെച്ചിട്ടൊരു കഥ ഉണ്ടാക്കാനുള്ള ആയിരുന്നു എൻ്റെ ആയത്തത്. ഞാനിങ്ങനെ ചെറിയൊരു സ്ക്രിപ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് അപ്പം അതിൻ്റെ ശേഷമാണ് എൻ്റെ വീട്ടിൽ ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. ഞാൻ പെങ്ങളുടെ വീട്ടിൽ വെച്ച് നിൽക്കാൻ പോവാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ എണീക്കുകയാണ്. അപ്പോൾ പകുതി ഉറക്കത്തിലാണ്. അപ്പോൾ താത്താൻ്റെ ചീത്തുള്ളിയിട്ടാണ് എണീക്കുന്നത്. താത്താൻ്റെ മകൻ ഇതുപോലെ ബെഡിൽ മൂത്രമൊഴിച്ച്. അപ്പോൾ താത്ത മകനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ എണീക്കണത്. അപ്പോൾ ആ സമയത്ത് താത്തൻ്റെ 2 വാക്കുകൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് മനസ്സിൽ കിടന്ന്. അതായത് മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടുവയ്ക്കുന്ന ബെഡായിരുന്നു, ഇനി എൻ്റെ മണം പോകില്ല എന്നുകൊണ്ട് ഭയങ്കര വിഷമത്തിൽ അപ്പോഴത്തേനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് എണീറ്റ് മുമ്പാരത്ത് പോയി നിൽക്കുന്ന സമയത്ത് താത്ത ഈ ബാഗ് ഇങ്ങനെ പിടുത്ത് തലയിലേക്ക് കൊണ്ടുപോയി അവിടെ വിരിച്ചിട്ട് വിരിക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതിലൊരു വിഷമം, ഒരു കൗതുകമൊക്കെ തോന്നി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സിനിമയാണ്. പിന്നെ ആ കഥയിൽ അപ്പോൾ ഞാൻ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റണം എന്ന് ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്ന് ആൾക്കാരെ അറിയിപ്പിക്കണമെന്ന് ചിന്തിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിലുൾപ്പെടുത്തി ഒരു സ്ത്രീത്വത്തോളം ഒരു ഫാമിലിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണെന്നുള്ളതിന് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ കണ്ടെത്തണം എന്നതിൻ്റെയൊക്കെ കാര്യങ്ങളായിട്ടൊരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇത് ശരിക്കും ഒരു ജീവിതത്തിൽ നിന്ന് കൂടി ഉണ്ടായ ഒരു അനുഭവമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അതിൽ നിന്നാണ്, കാരണം അത് കാണുന്ന സമയത്തെ നമ്മളിപ്പം ഈ ഫെമിനിസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കുറച്ച് കാര്യങ്ങളുണ്ട്. അതല്ലാതെ ഒരു സാധാരണ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ എന്തിനോടൊക്കെയാണ് പൊരുതുന്നത് എന്നുള്ളതിനെ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കായിരുന്നു. അപ്പം അതിൽ ജീവിതവുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല, എൻ്റെ മാത്രമല്ല പല ആൾക്കാരും ഇപ്പോൾ സിനിമ കണ്ടതിൻ്റെ ശേഷം തന്നെ എല്ലാവരും പറയണത്. അപ്പോൾ എനിക്ക് ഭയങ്കര അനുഭവം ഉണ്ടായി. ഞാൻ വനിതാ വനിതയിൽ പടം കണ്ടിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു താത്ത വന്നിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ട് ഭയങ്കര കണ്ണീരോടെ വന്നിട്ട് ഇതിൻ്റെ കഥയാണ്, ഞാൻ അങ്ങനെയാണ് ജീവിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവും നമുക്ക് ഒരു സന്തോഷമല്ല. അപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രത്യേക കുടുംബത്തിന്റെ കഥ പറഞ്ഞിട്ടും പ്രേക്ഷകർ അത് സ്വന്തം വീടിന്റെ കഥയായിട്ട് ഏറ്റെടുത്തു. അപ്പം ആ ഒരു സർവ്വസാധാരണത്വം അത് എങ്ങനെയാണ് അങ്ങേക്ക് സാധിച്ചത്?
എനിക്കറിയില്ല, ഞാൻ എത്ര ആളുകളുടെ ഇടയിൽ ഇത്ര ജീവിതശൈലിയൊക്കെ ജീവിച്ചു വരുന്ന ആളാണ്, അതുകൊണ്ടായിരിക്കാം. ഓക്കെ. ഇപ്പം സിനിമയിൽ വരികയാണെങ്കിൽ സിനിമയിൽ ആ കിടക്ക, അതേപോലെ ഫാനിൻ്റെ സ്വിച്ച്, ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ രാഷ്ട്രീയവും സാമൂഹിക അർത്ഥവും പറയുന്നുണ്ട്. അപ്പം ഇത്തരം പ്രതീകങ്ങൾ അത് മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തതാണോ? അതെ അതെ, ഇതിപ്പോൾ നമ്മൾ അറിയാണ്ട് പോകുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഫാൻ ഇടുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനും പല സമയത്തും ഒരു തതനയിൽ ഫാനാണ് ഇട്ടതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മളത് അവരെ യൂസ് ചെയ്യണമെന്നുള്ളൊരു ഒരു തോട്ട് ചിലപ്പോൾ നമുക്ക് ചിന്ത ചിലപ്പോൾ വരാറുണ്ട്. പിന്നെ മാക്സിമം അത് ഒഴിവാക്കാറുണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരാളെ കീഴ്പ്പെടുക അല്ലെങ്കിൽ അവരെ ഇതാകുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ മനഃപൂർവ്വം വെച്ച് തന്നെയാണ്. പിന്നെ നമ്മളെ പടത്തിൽ ബെഡ് എന്നുള്ളതാണ് ഫാത്തിമനെ ചിന്തിപ്പിച്ച മൊമെൻറ്റും. പിന്നെ അതുവരെ ഫാത്തിമക്ക് കുട്ടി ബെഡിൽ മൂത്രയിക്കുന്നവരെ ഫാത്തിമ അത് ഒരു ഫാത്തിമയുടെ ലൈഫ് എന്ന് പറഞ്ഞത് ഫാത്തിമ ഹാപ്പി ആയിരുന്നു. പിന്നെ ഫാത്തിമക്ക് ഒരു ജീവിതത്തിലൊരു തടസ്സം കിട്ടുമ്പോഴാണ് ഫാത്തിമ അവിടെ നിന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ചിന്തിക്കാനുള്ള ഒരു പോയിന്റാണ് നമ്മളെ പടത്തിൽ കിടക്കാന്ന് പറഞ്ഞത്. ശരിക്കും ഒരു കിടക്ക നഷ്ടപ്പെടുന്ന ഒരു സമയം, അതിന് വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ പോരാട്ടം, അത് ഇതിന് മുൻപ് കണ്ടിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഫെമിനിസ്റ്റ് ഫാത്തിമയ്ക്ക് മുൻപും ശേഷവും എന്ന് പോലും പറയുന്നത് ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടേ ഇല്ല. ഇപ്പം ചിലർ ഫെമിനിസ്റ്റ് ഫാത്തിമയെ ഒരു സ്ത്രീപക്ഷ സിനിമയായിട്ട് വായിക്കുന്നുണ്ട്. ഇപ്പം സംവിധായകൻ എന്നുള്ള നിലയിൽ അങ്ങ് ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഞാൻ ബേസിക്കലി നല്ല സിനിമ ചെയ്യാന്നുള്ളത്, ഞാൻ നല്ല സിനിമ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബേസിക് സാധനം. സ്ത്രീപക്ഷ സിനിമയാണ് തീർച്ചയായിട്ടും അതിൻ്റെ അതിലുപരി ഒരു നല്ല സിനിമ എന്നുള്ള രീതിയിലാണ് നമുക്ക്. ഇതിലെ കഥാപാത്രങ്ങളെ നമ്മൾ ഓരോരുത്തരും എടുത്തു പറയണത്, പ്രത്യേകിച്ച് ഷംല ഹംസയുടെ ഒക്കെ പ്രകടനം, ചിത്രത്തിൻ്റെ വലിയ ശക്തി തന്നെ ഷംലയാണെന്ന് പറയാം. അപ്പോൾ ഫാത്തിമയെ കണ്ടെത്തിയതും കഥാപാത്രത്തെ ഒരുക്കിയതും ഒക്കെ എങ്ങനെയായിരുന്നു? ഫാത്തിമ ഞാൻ മുന്നേ വർക്ക് ചെയ്ത സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഷംല. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് നമ്മൾ ഏകദേശം നാട്ടുകാരാണ്. ഞാൻ എടപ്പാൾ തൃത്താലയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനൊരു ഐഡിയ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് തോട്ട് വന്നത് ഷംലനെ ഒന്ന് വിളിച്ചാക്കാം എന്നതായിരുന്നു. അപ്പം അങ്ങനെ ഷംലനെ വിളിച്ചു. ഷംലത്ത് കഥ പറഞ്ഞു. ഷംല ഭയങ്കര മുപ്പത്തിര ആ സമയത്ത് ദുബായിലായിരുന്നു. അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ കുട്ടി ഉണ്ടായിരുന്നു ചെറുത്. അപ്പോൾ ആ സമയത്ത് കുട്ടി വെച്ചിട്ട് എങ്ങനെ വരാൻ പറ്റും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് ഒരു 6 മാസം ഉണ്ടാകുന്ന സമയത്താണ് ഷംല വരുന്നത് സെറ്റിലോട്ട്. അപ്പോൾ ആ കുട്ടി വെച്ചിട്ടാണ് ഷംല അതിൽ അഭിനയിച്ചത്. അതുപോലെ തന്നെയാണ് കുമാർ സുനിൽ, നമ്മൾ ഉസ്താദായിട്ട് ക്യാരക്ടർ ചെയ്ത് ആ പുള്ളിനെ കാസ്റ്റ് ചെയ്തു. പുള്ളി ആ ക്യാരക്ടറിൻ്റെ ഏതും ഏറ്റവും കൂടുതൽ ഇതുണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരാളെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറച്ചധികം ആളുകളെ കാണലും മീറ്റിലൊക്കെ നടന്നിട്ടുണ്ട്. അവസാനമാണ് കുമാർ സുനിലിലോട്ട് എത്തിയത്. ഓക്കെ. ഇപ്പം IFFKയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ സിനിമ കാണുന്നത്. അപ്പം IFFK ഉൾപ്പെടെ നിരവധി വേദികളിൽ ചിത്രം ശ്രദ്ധ നേടി, പിന്നീട് ഇപ്പോൾ ദേശീയ പുരസ്കാരം കിട്ടി. ഈ അംഗീകാരം വ്യക്തിപരമായിട്ട് ശ്രീ ഫാസിൽ മുഹമ്മദിനോട് എന്താ പറയുന്നത്? എനിക്ക് എന്താ പറയുക, ഞാനിതിനൊക്കെ കാണണം. ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയ സമയങ്ങളുണ്ട്. അപ്പോൾ ഇത്ര കാലങ്ങളായിട്ട് സിനിമ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ ബേസിക്കലി അതിൽ IFFKയിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ ഈ നമ്മൾ ചെറിയ സിനിമ ചെയ്യുന്നത്, അതായത് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് നമ്മളെ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരും ഉൾപ്പെടുത്തി വളരെ മിനിമലായിട്ട് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇതിനെ ഒരു സിനിമ എന്ന രീതിയിൽ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചിരുന്നത് എനിക്ക് IFFKയിലേക്ക് സെലക്ഷൻ കിട്ടണമെന്നായിരുന്നു. സെലക്ഷൻ കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു എനിക്ക് ആദ്യത്തെ ചിന്ത. പിന്നെ അവിടുന്ന് IFFKയിൽ നിന്ന് അവാർഡുകൾ കിട്ടുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് അവാർഡുകൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡൊക്കെ കിട്ടുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഈ സിനിമയ്ക്ക് ഇത്തരത്തിലുള്ളൊരു യാത്ര കിട്ടുമെന്ന്. പക്ഷേ പേഴ്സണലി വേറെ സന്തോഷമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ സന്തോഷത്തിൻ്റെ അപ്പുറത്ത് എനിക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ പറയാറുണ്ട്, എടാ ഇങ്ങനെ വെയിറ്റ് ചെയ്യില്ല, നീ സിനിമ ഇപ്പോൾ ഞാൻ സിനിമ ചെയ്ത് കണ്ടില്ല, അതുപോലെ സിനിമ ചെയ്യും, ഇവിടെ എന്തായാലും വർക്കൗട്ട് ആവും എന്നൊക്കെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പറയാനൊരു ധൈര്യം ഇപ്പം എനിക്ക് വന്നെന്നുള്ളതാണ്. നിശ്ചയമായി നമുക്ക് എല്ലാവർക്കും ഇപ്പം ഞാനും ഇപ്പം അങ്ങേ കാണുന്നത് ആദ്യമായിട്ടാണ്, നമ്മളിങ്ങനെയാണ് കാണുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ പേര് കേൾക്കുമ്പോഴും സിനിമ പറയുമ്പോഴൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അഭിമാനമാണ്. കാരണം ഈ ചെറിയ പ്രായത്തിൽ വന്ന് ഒരാളൊരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്നു, അതിന് ഇത്രയും അംഗീകാരം ലഭിക്കുന്നു, രാജ്യത്തെ തന്നെ മികച്ച സിനിമയിൽ ഒന്നായിട്ട് അതിനെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും വലിയ അഭിമാനമാണ്. ഇപ്പം വീട്ടുകാരുടെയും നാട്ടുകാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് നമ്മളുടെ ഇരട്ടിക്ക് സന്തോഷമായിരിക്കും. ഇപ്പോൾ പുതിയ അംഗീകാരം കൂടി തേടിയെത്തിയപ്പോൾ എന്താ അവരൊക്കെ പറയുന്നത്?
വീട്ടുകാരെല്ലാവരും സന്തോഷമാണ്, നാട്ടിൽ സന്തോഷമൊന്നും അറിയില്ല. ഓക്കെ. ഇപ്പൊ ഈ സിനിമ കാണാത്ത ആളുകളും ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തിയേറ്റർ റിലീസൊന്നും ആവാത്തത് കൊണ്ട് തന്നെ കാണാത്ത ആളുകളും ഉണ്ടായിരിക്കും. ഇപ്പം ഫെമിനിച്ചി ഫാത്തിമ നിങ്ങൾ കാണണം. അതിന് കാരണമായിട്ട് ഒരു കാര്യം പറയണമെങ്കിൽ സംവിധായകൻ എന്നുള്ള നിലയിൽ അങ്ങ് എന്താ പറയാ? അല്ല, എന്താ പറയുക, നമ്മൾ തിയേറ്ററിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ എല്ലായിടത്തും പറയുന്നത് എല്ലാവരും സിനിമ കാണണം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ അവാർഡ് പടം എന്ന രീതിയിൽ നിങ്ങൾ കാണരുത്, ഇതൊരു കൊമേഴ്ഷ്യൽ പടം തന്നെയാണ്, എല്ലാവർക്കും ഫണ്ണായിട്ട് ചിരിക്കാനൊക്കെ കഴിയും എന്നുള്ള അങ്ങനെയാണ് ഞാൻ ഈ തിയേറ്റർ സമയത്ത് ഇതിനെ പറഞ്ഞിരുന്നത്. പക്ഷെ നോർമലി ഈ സിനിമനെ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ എല്ലാവരും കാണണം, അല്ലെങ്കിൽ തിരിച്ചറിവായിട്ട് മാറും പല ആളുകൾക്കും എന്നൊരു വിശ്വാസമുണ്ട് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് സെറ്റിൽ പറഞ്ഞ സെറ്റ് അവിടെ സമയത്ത് പറഞ്ഞ മാതിരി എല്ലാ വീട്ടിലും ഇതുപോലെ സംഭവം നടക്കാറുണ്ട്. അപ്പം അതുപോലെ പല ആൾക്കാർക്കും ഇത് ഒരു തിരിച്ചറിവായിട്ട് മാറാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് സിനിമ കണ്ട്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ പുതിയ സിനിമയുടെ ഒക്കെ ഒരുക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മനസ്സിൽ പുതിയ സിനിമകളുണ്ടോ? തീർച്ചയായിട്ടും പുതിയ സിനിമ ചെയ്യണം, നല്ല നല്ല സിനിമകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പുകളാണ്. ഓക്കെ. അപ്പം ഈ പുതിയ ത്രെഡൊക്കെ വന്നിട്ടുണ്ടോ? സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ചെറിയ രീതിയിൽ സംസാരം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പണികളിലാണ് ഇപ്പോൾ ശരിക്കും. ഓക്കെ. അപ്പം വലിയ സന്തോഷമായിരിക്കും. അതിനപ്പുറം ഇനിയിപ്പം ഫെമിനിച്ചി ഫാത്തിമ വലിയ വിജയമായിട്ട് മാറി ഇനിയും കൂടുതൽ സിനിമ, അതും മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ നേട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി ഈ സിനിമകൾ എത്തട്ടെ, അങ്ങയുടെ തന്നെ സിനിമകൾ എത്തട്ടെ. ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു. ഓക്കെ.